ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അർജുൻ സതി. ആദ്യം ഒരു താങ്ക് യു ആണ് പറയാനുള്ളത്. കാരണം ആദ്യമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഒരുപാട് രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തു. എന്താ കാര്യങ്ങളാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എന്താ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്, ഒരു പ്രോപ്പർ ഐഡിയ എനിക്ക് ക്രിയേറ്റ് ചെയ്തു തന്നു. തുടർന്നും എൻ്റെ വീഡിയോസ് കാണുക, തുടർന്നും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ്സ് ത്രൂ ആണെങ്കിലും വാട്സപ്പ് ത്രൂ ആണെങ്കിലും അറിയിക്കുക. അതിനെ ബേസ് ചെയ്തുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയിരിക്കും തുടർന്നുള്ള എല്ലാ വീഡിയോസും ചെയ്യുന്നതായിരിക്കുന്നത്. സോ കമൻറ്റ് ദിസ് വീഡിയോ. ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൂവി ലവർ എന്ന തമിഴ് മൂവിയാണ്. സോ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രഭുറാം വ്യാസയാണ്. ആൻഡ് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്ന് എന്നെ ഇൻസ്പയർ ചെയ്യുന്നത് 2-3 റീസൺസിൽ. ഒന്ന്, ഇതിൻ്റെ ട്രെയിലർ തന്നെയായിരുന്നു. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, വളരെ ഹോപ്പ് തരുന്ന ഒരു ട്രെയിലറായിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ കാസ്റ്റ്, എനിക്കിതിനെ മേജർ റോൾ ചെയ്യുന്ന മണികണ്ഠൻ എന്ന ആർട്ടിസ്റ്റിനെ ഒരുപാട് ഇഷ്ടമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ JBM എന്ന സിനിമയിലെ പെർഫോമൻസ് ആണെങ്കിലും ഗുഡ് നൈറ്റ് എന്ന സിനിമയിലെ പെർഫോമൻസ് ഒക്കെ ആണെങ്കിലും വളരെ റിയലിസ്റ്റിക് ആയിട്ട് വളരെ നാച്ചുറൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ എനിക്ക് ആസ് ആൻ ആർട്ടിസ്റ്റ് എനിക്ക് അയാളെ ഒരുപാട് ഇഷ്ടമാണ്. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീമാണ്. കാരണം ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീം എന്ന് പറയുന്നത് ഗുഡ് നൈറ്റ് എന്ന സിനിമയുടെ അതേ പ്രൊഡക്ഷൻ ടീമാണ്. സോ അവരുടെ മുമ്പത്തെ സിനിമ എന്ന് പറയുന്നതും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധാരണക്കാരുടെ ലൈഫിലുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നത്തെ എടുത്ത് വെച്ച് എലോബറേറ്റ് ചെയ്തൊരു സിനിമയാണ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു സിനിമയാണെന്നായിരിക്കും എന്നുള്ള പ്രതീക്ഷയും എനിക്ക് ഈ സിനിമ കാണാൻ പോകുമ്പോൾ ഉണ്ടായിരുന്നു. എനിക്ക് ഈ സിനിമ ഞാൻ കാണാൻ വേണ്ടി ട്രിവാൻഡ്രത്തുള്ള കൈരളി തിയേറ്ററിലാണ് പോയിട്ടുണ്ടായിരുന്നത്. 2:30ക്കുള്ള ഷോ ആണ് ഞാൻ കാണാൻ കയറിയത്. സോ ആ സമയത്ത് ഞാൻ പോകുന്ന ഒരു അരമണിക്കൂർ മുമ്പ് നോക്കുമ്പോൾ ബുക്ക് മൈ ഷോയിൽ 0 ടിക്കറ്റ് ബുക്കിംഗ് ആയിരുന്നു. അതേപോലെ തന്നെ അവിടെ പോയിട്ടാണ് നമ്മൾ ഏകദേശം 32 മിനിറ്റോളം വെയിറ്റ് ചെയ്ത് മിനിമം നമ്പർ ഓഫ് ആൾക്കാരുമായിട്ടാണ് ഷോ സ്റ്റാർട്ട് ചെയ്തത്. സോ ആ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് തന്നെ എന്നെ കുറേ കാലം ബോധർ ചെയ്തത്, ഇപ്പം ഈ സിനിമയുടെ റിവ്യൂ മുമ്പ് ഇറങ്ങിയിട്ടുണ്ടോ, അത്രയും അക്സെപ്റ്റബിൾ അല്ലാത്ത സിനിമയാണോ, അത്ര ഓക്കെ അല്ലയോ എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് എനിക്ക് ഈ സിനിമ കാണുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഞാൻ പ്രതീക്ഷ എന്താണോ അതാണ് ആ സിനിമയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. വളരെ സംതൃപ്തി നൽകുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ലവർ എന്ന സിനിമ. ഈ സിനിമ കാണുമ്പോൾ നമുക്ക് എല്ലാ ആൾക്കാരും ഒരു 24, 25, 26 വയസ്സുകൾ ഉള്ള ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ലൈഫിലുണ്ടാകുന്ന കാര്യങ്ങളെ അതേപോലെ തന്നെ അവർക്ക് ആ സിനിമയിൽ കാണിക്കാൻ കഴിയും. ഒരു 24, 25, 26 വയസ്സിലുള്ള ബോയ്സിനൊക്കെ ആണെങ്കിൽ അവരുടെ കരിയർ സെറ്റ് ചെയ്യാം. അവർ ആ കരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഫേസ് ചെയ്യുന്ന കുറേ ബുദ്ധിമുട്ടുകൾ, അവരുടെ ഫാമിലി ഇഷ്യൂസ്, ഇങ്ങനെ ഒരു പ്രണയമൊക്കെ ഉള്ളെങ്കിൽ ആ പ്രണയത്തിന് ആ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറേ ഉണ്ട്. ഇപ്പം ഒരു കോളേജിൽ പ്രണയിക്കുന്ന പോലെ, കോളേജ് സമയത്ത് പ്രണയിക്കുന്ന പോലെയല്ല, അത് കഴിഞ്ഞിട്ട് നമ്മളുള്ള ഒരു ജോലി ചെയ്യുന്ന സമയത്ത്. കാരണം നമുക്ക് പുതിയൊരു ഫ്രണ്ട് സർക്കിൾസ് ഉണ്ടാകും, നമ്മൾ ഒരു സ്ഥലത്ത് ജോലിക്ക് പോകും. സോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബിസി ആയിപ്പോവും, പുതിയതായിട്ടുള്ള നമ്മൾ എൻഗേജിങ് ആവും. സോ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ റിലേഷൻ അഫക്റ്റ് ചെയ്യുന്നത്, ഈ റിലേഷൻ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്, അതിൽ നമ്മൾ ഓവർ പ്രോസസ്സിംഗ് ആകുമ്പോൾ ഒരു റിലേഷൻ ഉണ്ടാകുന്ന പ്രശ്നമാണ്. മറ്റൊരാൾക്കുള്ള ഫ്രീഡത്തിനെ നമ്മൾ എത്രത്തോളം നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സെൽഫിഷ്നെസ് കൊണ്ട് മറ്റൊരാളുടെ ഒരു ഫ്രീഡത്തെ നമ്മൾ എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നു എന്നതൊക്കെയാണ് ഈ സിനിമയുടെ മെയിനായിട്ട് ചെയ്തു പോകുന്നത്. ഒരു റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ് ഈ ഇതിൻ്റെ ഒരു മേജർ ജേണറായിട്ട് വന്നിരിക്കുന്നത്. വളരെ എൻഗേജിംഗ് ആയിട്ട് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് സിനിമ ഇരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണിത്. എനിക്കുള്ള വിഷമം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമകളിലൊക്കെ നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക, മുൻവിധി വയ്ക്കാതെ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു തന്നെ മനസ്സിലാക്കുക ഈ സിനിമ നല്ലതാണോ ചെയ്താണോ. കാരണം നിങ്ങൾ ഇതേപോലത്തെ സിനിമകൾ തിയേറ്ററിൽ പോയി കാണുമ്പോഴായിരിക്കും ജനങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ അവർക്കാണെങ്കിലും ഇനിയും ഇതേപോലത്തെ സിനിമകൾ ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്പിറേഷൻ ആവുന്നത്. സോ ഞാൻ ഈ സിനിമയ്ക്ക് റേറ്റ് ചെയ്യുന്നത് 8.2 ആണ് ഔട്ട് ഓഫ് 10. സോ തീർച്ചയായിട്ടും നിങ്ങളും സിനിമ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ അറിയിക്കുക, തുടർന്നും വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.